കാഞ്ഞിരപ്പള്ളി വെടിവെപ്പ് കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോട്ടയം സെഷൻസ് കോടതി. സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ വഴക്കിൽ സഹോദരനെയും മാതൃസഹോദരനെയും ജോർജ് കുര്യൻ വെടിവെച്ചു കൊന്നു എന്നാണ് കേസ്. 2022 മാർച്ച് 7-നായിരുന്നു സംഭവം. ഗോകുൽ രമേശുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, എന്താണ് സംഭവം? 2022 മാർച്ച് 7-നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ കരിമ്പാനയിൽ എന്ന് പറയുന്ന വീട്ടിൽ, കുടുംബ വീട്ടിൽ ഉണ്ടായ കൊലപാതകമാണ്, ഇരട്ട കൊലപാതകമാണ്. അതായത് സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ് കേസ്. ആ കേസിൽ പ്രതിയായിട്ടുള്ള ജോർജ് കുര്യൻ എന്ന വ്യക്തി കുറ്റക്കാരനാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കേസിന്റെ കോടതി നടപടികൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കേസിൽ അവസാന ഘട്ടമെന്നോണം ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. പ്രതി തോക്ക് ഉപയോഗിച്ച് രണ്ടുപേരെയും വെടിവെച്ച് കൊന്നതാണ് എന്ന് തെളിവുകളുടെയും സാക്ഷി വിസ്താരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബോധ്യമായതായിട്ട് കോട്ടയം സെഷൻസ് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കേസിൽ നാളെ വിധി പറയുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ സ്വന്തം സഹോദരനായിട്ടുള്ള രഞ്ജു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിയുടെ അമ്മയുടെ സഹോദരനായിട്ടുള്ള മാത്യൂസ് കറിയ എന്നിവരെയാണ് പ്രതിയായിട്ടുള്ള ജോർജ് കുര്യൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായത്. സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ വെടിവെപ്പിൽ കലാശിക്കുകയുണ്ടായത്. അതായത് ഈ ഭാഗം വീതം വെച്ചപ്പോൾ ഇത്തരത്തിൽ ഈ കുടുംബ സ്വത്തും അല്ലെങ്കിൽ കുടുംബ വീടും അതിനോട് ചേർന്നിട്ടുള്ള പുരയിടവും ഈ പ്രതിയായിട്ടുള്ള ജോർജ് കുര്യനാണ് ലഭിക്കുകയുണ്ടായത്. തുടർന്ന് അദ്ദേഹം അത് വിൽക്കാൻ ശ്രമിച്ചത് ഈ സഹോദരൻ രഞ്ജു തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായത്. അതിനുശേഷം ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് കലാശിച്ചപ്പോൾ അതിനെ പിടിച്ചു മാറ്റാൻ വന്നതാണ് അമ്മയുടെ സഹോദരനായിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള മാത്യൂസ് കറിയ എന്ന് പറയുന്ന വ്യക്തി. തുടർന്ന് ഇയാൾ പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലുന്ന ഒരു സംഭവമായിരുന്നു അന്നുണ്ടായത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിലവിൽ ഈ IPC 302, 449, 506(2) അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആയുധ നിയമം 30 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്ത് പോലീസ് അറസ്റ്റ് അടക്കമുള്ളവ രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിച്ചത്. എന്തായാലും ആ വകുപ്പുകൾ തെളിഞ്ഞതായിട്ട് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുകയാണ്. കോടതിക്ക് ബോധ്യം വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ശിക്ഷ വിധിക്കുമെന്നുള്ള കാര്യത്തിൽ നാളെ വിധി പറയുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.